കർത്താവായ യേശുക്രിസ്തു തൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ വ്യക്തമായ നിയോഗവും കാഴ്ചപ്പാടും തൻ്റെ മക്കൾക്ക് നൽകിയിരുന്നു. ലൂക്കോസ് സുവിശേഷം 9 അധ്യായം അതിൻ്റെ 2 വാക്യം, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അതെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ 1 ദൈവരാജ്യം പ്രസംഗിക്കുക, 2 രോഗികൾക്ക് സൗഖ്യം വരുത്തുക. അതെ, ദൈവവചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഓരോരുത്തർക്ക് ദൈവം വ്യത്യസ്തങ്ങളാകുന്ന കൃപാവരങ്ങളെ നൽകിയിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12 അധ്യായം 9 വാക്യം, വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, വേറൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. അതെ, വിവിധങ്ങളാകുന്ന കൃപാവരങ്ങൾ ദൈവം തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധങ്ങളാകുന്ന രോഗങ്ങൾ, വ്യാധികൾ, ആകുലതകൾ, പ്രശ്നങ്ങൾ, നോവുകൾ ഒന്നൊന്നായി നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ ലോകപ്രകാരം നാം വൈദ്യന്മാരിൽ ആശ്രയിക്കുകയും ലോകത്തിലെ മരുന്നും മറ്റു കാര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എങ്കിൽ തന്നെയും ശരിക്കും രോഗസൗഖ്യം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്നാണ്. നാം നമ്മളുടെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ അവയവങ്ങളെ കർത്താവ് സൃഷ്ടിക്കുന്നു. യെശയ്യാ പ്രവചനം 44 അധ്യായം അതിൻ്റെ 2 വാക്യം, ഓരോ അവയവങ്ങളും സൃഷ്ടിച്ചവൻ കർത്താവ് മാത്രമാണ്. ആവർത്തനം 4:32. നിങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ പിണ്ണാകാരമാകുമ്പോൾ തന്നെ അവൻ്റെ കണ്ണ് നമ്മെ കണ്ടിരുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മളുടെ സകല രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. അതെ, നാം മനസ്സിലാക്കുക, നമ്മുടെ രോഗങ്ങളെ, വ്യാധികളെ സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 23 അധ്യായം 25, 26 വാക്യങ്ങൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, നിനക്ക് ഒരു വ്യാധിയും സംഭവിക്കുകയില്ല, നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൂർണ്ണ ആരോഗ്യത്തിൽ നിന്നെ കാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നോട് കൂടെയുണ്ട്. അതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികൾ, രോഗങ്ങൾ ഒന്നൊന്നായി നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ദൈവാത്മാവിലും